ഇതിൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാത്തിനുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. മെയിനായിട്ട് വണ്ടിയുടെ ഡൈമെൻഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ തമ്പ് കയറ്റുന്ന ഏരിയക്കകത്തൊരു 1 mm നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഇച്ചിടെ വലുപ്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിലൂടെ കയറി വരത്തില്ല. ഹേ ഗൈസ്, ഇറ്റ്സ് മീ ശിവ, യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുള്ളിലോട്ട് എല്ലാവർക്കും സാധാരണ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇന്ന് തമ്മിൽ കണ്ട പോലെ ഇത് ഹാർലി ഡേവിഡ്സണൊന്നുമല്ല ഗൈസ്. കണ്ടല്ലോ, നമ്മുടെ എന്നാ പറയണ്ട, വണ്ടിയെപ്പറ്റി അധികം അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. കാരണം ഈ വണ്ടിയൊക്കെ ഞാൻ റോഡ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓരോന്ന് വിചാരിച്ച് ഞാൻ ഹാർലി ഓടിച്ചുകൊണ്ട് പോവുക, സൗണ്ടില്ലാതെ ഹാർലി ഓടിക്കുക, അങ്ങനെ കുറേ റൂമേഴ്സാണ് ഉണ്ടായത്. നമ്മളിതിനകത്ത് എന്നാ ചെയ്യാൻ പോകുന്ന ഒത്തിരി ചോദിച്ചായിരുന്നു. അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാത്തിനും ഉള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. എന്നാ പറയണ്ട, ഹമ്പി ചാടി കഴിഞ്ഞാൽ ഭയങ്കര നടുവേദനയാണ്. ഫ്രണ്ടും ബാക്കും ഒരു രക്ഷയില്ലാത്ത ഹാർഡായിരുന്നു. ആക്ച്വലി ഇതെന്നാ സംഭവിച്ചെന്ന് പറഞ്ഞുതരാം. ഞാൻ മെയിനായിട്ട് വണ്ടിയുടെ ഡൈമെൻഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു എക്സ്പേർട്ടായിട്ട് നോക്കിയ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഡൈമെൻഷൻ വെച്ചിട്ട് തെറ്റാണ്. അതുകൂടാതെ ഇത് ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ, ഇതിന് എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റിനെക്കാട്ടിലും കൂടുതൽ വെയിറ്റ് ഉള്ള വണ്ടികളുടെ സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ അത്ര ആക്ഷൻ കാണിക്കാത്തത്. സോ നമ്മൾ ഇത്ര സിമ്പിളായിട്ടൊരു ഐഡിയ ചെയ്തു. നമ്മൾ എന്നാന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ കറൻറ്റ് വെയിറ്റ് എന്നാന്നുള്ളത് നമ്മൾ നോക്കി. ഏകദേശം ഒരു 100 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പം അതിന് താഴെയുള്ള വെയിറ്റുള്ള വണ്ടിയുടെ ഒരു സസ്പെൻഷനാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ നമ്മൾ 2-3 സസ്പെൻഷൻ മാറിയിട്ട് ബാക്കിലും ഫൈനലി ഒരു സസ്പെൻഷനിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഈ കൊമാക്കി ഓണേഴ്സിൻ്റെ ഒത്തിരി പേരുടെ പ്രശ്നമാണെന്ന് അറിയാതെ, സോ അവർക്കുള്ളൊരു എന്നാ പറയണ്ടേ ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊമാക്കി ഓണറാണ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പൾസർ 150 BS3 വേരിയൻറ്റിൻ്റെ സ്റ്റമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ പരിചയമുള്ള ഷോപ്പിൽ ഓർഡർ ചെയ്ത് വരുത്തുമായിരുന്നു. ആക്ച്വലി പുത്തം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഫുൾ സെക്ഷൻ ഓർഡർ ചെയ്ത് വരുത്തി, 3-4 പീസായിട്ടൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനം. ആൻഡ് ഇത് ഡയറക്റ്റ് സൂട്ടല്ല, ഇതിൻ്റെ സ്റ്റമ്പ് ഈ സ്റ്റമ്പിനെക്കാട്ടിലും വലുതായതുകൊണ്ട് നമുക്ക് ഈ ടീ സ്റ്റമ്പയിൽ ഇവിടെ സ്ലീവ് ഇറക്കേണ്ടി വന്നു. അതിൻ്റെയാണ് ഈ പാട്. അപ്പം ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പറയാം. സോ ഗൈസ്, അപ്പം നിങ്ങൾ കണ്ട പോലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പൾസർ 150 സ്റ്റമ്പാണ് കേട്ടോ. നമുക്ക് എന്നാൽ അതിൻ്റെ ഓൾട്രേഷൻ സൈഡ് നോക്കാം. ഇത് ആദ്യമേ നമ്മുടെ ഈ വണ്ടി വരുന്നതിന് ടീ സ്റ്റമ്പാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ ചെയ്തേക്കുന്ന ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ടീ സ്റ്റമ്പിൻ്റെ തമ്പ് കയറ്റുന്ന ഏരിയക്കകത്തൊരു 1 mm നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സാധാരണ നമ്മളിത് കട്ട് ചെയ്ത് കളയാറാണ് ചെയ്യാറ് എപ്പോഴും. ഈ വട്ടം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ സ്റ്റോക്ക് സ്റ്റമ്പ് കാണിച്ചു തരാം. സ്റ്റമ്പ് വരുന്നത് സോ ഇതാകട്ടെ നമ്മുടെ സ്റ്റോക്ക് സ്റ്റമ്പ്. ഇത് വന്നിട്ട് ആക്ച്വലി പൾസർ 150യെക്കാട്ടിലും നല്ല വലുപ്പം കൂടുതലുണ്ട്. ഏകദേശം ഒരു 2 mm അടുത്തുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് വന്ന് സ്റ്റോക്ക് സ്റ്റമ്പ്. ഇത് നമ്മൾ വണ്ടി കയറ്റാൻ പോകുന്നത്. അതാണ് ആദ്യത്തെ ഓൾട്രേഷൻ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നത്. രണ്ടാമത്തെ ഓൾട്രേഷൻ എന്ന് പറയുന്നത് ഇതാ സാധനം. ആക്ച്വലി നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ഹൈറ്റ് നെട്ടാണ് ഐറ്റം, കണ്ടല്ലോ. പക്ഷേ നമ്മുടെ കാര്യത്തിൽ എന്നാ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹൈറ്റ് നെട്ട് 3 ഇഞ്ച് വലുപ്പമുണ്ട്. കാരണം നമ്മുടെ പൾസർ 150 സ്റ്റമ്പ് സ്റ്റോക്ക് സ്റ്റമ്പിനെക്കാട്ടിലും 3 ഇഞ്ച് പൊക്കക്കുറവാണ്. സോ അത് ഫില്ല് ചെയ്യാനായിട്ട് 3 ഇഞ്ച് വലുപ്പം കുറിച്ചു. പോരാഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ മണ്ടേ ഏരിയ ഇച്ചിരി വലിയ എക്സ്ട്രാ വലുപ്പം വരുന്നത്. അത് നമ്മുടെ ടോപ്പ് ലൈറ്റിൽ നീറ്റായിട്ട് സീറ്റ് ആവാനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. സോ അത് മുറുക്കിയിട്ട് വണ്ടി കയറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അതാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയിലുള്ള പാർട്സിലെ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇനി ബാക്കി ഈ സ്റ്റമ്പേ വരുന്ന ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കയറ്റുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലും പണി കിട്ടാൻ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ. നമുക്കത് കയറ്റിയിട്ട് നോക്കാം. സോ അപ്പോൾ ഞാൻ താഴത്തെ നമ്മുടെ കോൺസെപ്റ്റ് സ്റ്റോക്ക് കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ അതിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. അതിൻ്റെ ബോളും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ടു. ഇത് നമുക്ക് നേരെ ഏതെങ്കിലും വണ്ടിയിലോട്ട് കയറ്റാം. വേറെ പരിപാടീസൊന്നുമില്ല. പിടിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിൻ്റെ മേളത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഉണ്ടല്ലേ. സോ ഈ അപ്പോൾ നമ്മുടെ ടീ സ്റ്റമ്പ് കയറി കേട്ടോ. പക്കയായിട്ട് കയറിയിട്ടുണ്ട്. സ്റ്റോക്ക് ടീ സ്റ്റമ്പും അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്ട്രാ വെച്ച് വെൽഡ് ചെയ്ത് സ്ലീവ് ഇവിടെ ഉണ്ട്. ഇത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പരിപാടി അടുത്ത ടോപ്പ് ലൈറ്റ് കയറ്റി വെക്കുന്നതല്ല, അതിന് മുന്നേ നമുക്ക് സ്റ്റമ്പ് കയറ്റി ലോക്ക് ചെയ്യണം. അതെന്താ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ സ്റ്റമ്പ് കയറ്റുക. ഈ സ്റ്റമ്പ് കയറ്റുന്ന സാധാരണ കയറ്റുന്ന പോലെ കയറ്റിയാൽ മതി. ബട്ട് അതിനകത്ത് സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സംഭവം നമുക്ക് കയറ്റാം. അത് മാത്രമല്ല, നമ്മൾ ഈ സ്റ്റമ്പ് ഇൻവേഴ്സ് ആയിട്ടാണ് കയറ്റുന്നത്. ലെഫ്റ്റിലത്തെ സ്റ്റമ്പ് റൈറ്റ് സൈഡിലും റൈറ്റിലെ സ്റ്റമ്പ് ലെഫ്റ്റ് സൈഡിലാണ് കയറ്റുന്നത്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഡിസ്ക് വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. സോ നമ്മൾ തിരിച്ച് കയറ്റിയേ പറ്റൂ. നമ്മളിതേതായാലും തിരിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, താഴോട്ട് കാണിച്ചാൽ അത് തിരിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. നമുക്കത് കുഴപ്പമില്ല, നമുക്ക് സെറ്റാകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ ഫേസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് മേളിൽ ഹൈറ്റ് നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ആദ്യം സ്റ്റമ്പ് കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈറ്റ് നെറ്റിൻ്റെ മണ്ടവശം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് നമ്മൾ എന്നാണല്ലോ താഴ്വശത്തൂടെ ഇത് കയറി വരികയല്ല. സോ നമ്മൾ വച്ച ശേഷം വേണം ഹൈറ്റ് നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഉണ്ടല്ലോ ഹൈറ്റായിട്ട് ക്ലീനായിട്ട് സീറ്റ് ആവുന്നുണ്ട്. ഗ്യാപ്പ് അഞ്ചോറ ഹൈറ്റായിട്ട് നല്ല ക്ലീനായിട്ട് സീറ്റ് ആവുന്നുണ്ട്, സീനൊന്നുമില്ല. ഇനി അപ്പുറത്തെ സൈഡ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്തല്ലടാ? സോ ഇത് നമ്മൾ താഴത്തെ ആക്സിൽ കയറ്റിയിട്ട് നീറ്റായിട്ട് അത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ടോപ്പ് പ്ലേറ്റ് ഇറക്കി വെക്കാന്നുള്ള. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഇച്ചിടെ വലുപ്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിലൂടെ കയറി വരത്തില്ല. സോ നമ്മൾ ആദ്യം ഇട്ട ശേഷം ഹൈറ്റിട്ട് ഇട്ടിട്ട് അതിന് മേലാണ് ടോപ്പ് പ്ലേറ്റ് വെക്കുന്നത്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പം സംഭവം നീറ്റായിട്ട് സെറ്റ് ആയിക്കോളും. ടോപ്പ് പ്ലേറ്റ് വെച്ച് മുറുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇത് നമ്മൾ എന്നാ ടോപ്പ് ലൈറ്റ് കയറ്റി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് ലൈറ്റ് സീറ്റ് വെച്ചിട്ടുണ്ട്, ഹാൻഡിൽ ബാർ, ഹെഡ് ലൈറ്റ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇത് ജസ്റ്റ് ചുമ്മാ ഇപ്പം ഒന്ന് ജസ്റ്റ് തൊട്ട് ഓടിച്ചിട്ടേക്കുമല്ല, ഇതിന് ടെസ്റ്റ് ഡ്രൈവ് ഓടി നോക്കി ഫ്രണ്ട് സസ്പെൻഷൻ മാറ്റിയത് ഏറ്റവും എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി പരിപാടി നോക്കുന്നത്. നമുക്ക് ബാക്കിൽ സസ്പെൻഷൻ മാറാറുണ്ട്, അതുകൂടെ മാറിയിട്ട് മൊത്തത്തിൽ വണ്ടി സെറ്റാക്കിയ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. സോ അത് കണ്ടല്ലോ. അപ്പം പറഞ്ഞു വന്ന പോലെ ഇത് വന്നിട്ട് സ്ലീവ് ഇറക്കി നമ്മൾ സ്റ്റമ്പ് ഇടാൻ വരെ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മൾ ഹൈറ്റ് നെറ്റാണ് ചെയ്തേക്കുന്നത്. ഈ ഹൈറ്റ് നെറ്റ് സ്പെഷ്യലാണ്, കാരണം ഈ ഏരിയ ഇച്ചിരി വലുതും ബാക്കിയുള്ള ചെറുതുമാണ്. അങ്ങനെ കുറേ ഓൾട്രേഷൻ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷൻ സെറ്റ് ചെയ്യാൻ ഏകദേശം എനിക്ക് നല്ലൊരു ടൈം എടുത്തു. കാരണം ഒരു വട്ടം ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു, അത് ടെസ്റ്റ് ഓടി ശരിയായില്ല, വീണ്ടും അടുത്ത് സെറ്റ് ചെയ്തു. അങ്ങനെ 2-3 സ്റ്റമ്പ് മാറി യൂസ് ചെയ്താണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന പോലെ ഫ്രണ്ട് നമ്മൾ യൂസ് ചെയ്തത് പൾസർ 150യുടെ ഫുൾ സെറ്റ് സ്റ്റമ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രശ്നം എന്നായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ 150ക്ക് ആക്ച്വലി ഡിസ്കാ സൈഡിലല്ല വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റമ്പ് നേരെ ഉൾട്ട യൂസ് ചെയ്തിട്ട് ഇത് തിരിച്ച് വെച്ചു. ആൻഡ് ഇവിടെ നമ്മൾ എന്നാ പറയുന്നത്, നമ്മുടെ മൾഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു സ്പേസർ പോയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റേ അടിക്കേണ്ടി വന്നു. ഇത് കണ്ടല്ലോ, കാലിപ്പർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഇച്ചിരി വലിപ്പമുള്ള സ്റ്റേ അടിക്കുന്നത്. ആക്ച്വലി ഇച്ചിരി ചെറുതായിട്ട് ചെയ്യാമായിരുന്നു, കാരണം ഇത്രയും കട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലീനായിട്ട് കട്ട് ചെയ്ത് കളയാത്തത്. ശരി, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് സ്റ്റേ അടിച്ചിട്ടുണ്ട്. നട്ടിട്ട് മുറുക്കി കാലിപ്പർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ അവിടെ പെർഫെക്റ്റ് ആയി. പക്ഷേ ഞാൻ പെട്ടുപോയത് പുറയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സസ്പെൻഷൻ ഇട്ടിട്ട് ഒരു ശരിയാകുന്നുമില്ല. ലാസ്റ്റ് നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ്റെ സ്പ്ലെൻഡറിൽ എടുത്ത് ഊരിയിടാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ സൂപ്പർ സ്പ്ലെൻഡറിൽ നമ്മൾ ഊരിയിട്ടപ്പം പെർഫെക്റ്റ്. അതിൻ്റെ കുറേ നമ്മൾ സ്പ്ലെൻഡറിൻ്റെ അഴിച്ചിട്ട് നോക്കി, അതിനേക്കാളും ഒന്നുകൂടെ സ്മൂത്തായി. അതിന് നമ്മൾ ഫിക്സ് ചെയ്ത് ബാക്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്പ്ലെൻഡർ സൂപ്പർ സ്പ്ലെൻഡർ മോഡൽ വരുന്ന കപ്പുള്ള ടൈപ്പ് സസ്പെൻഷനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇതിനേക്കാളും സ്മൂത്തായിട്ടുള്ള വേറുണ്ട്. ഒത്തിരി സ്മൂത്ത് ആകാനും പാടില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓവർ സ്മൂത്ത് ആയി വന്നിട്ട് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതിട്ടുകൊണ്ട് വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ വണ്ടി ഇച്ചിരി ഹൈറ്റ് ആയിട്ടുണ്ട് ബാക്കിൽ നിന്ന്. വണ്ടി ഇപ്പം ആ ഒരു ഷേപ്പ് കറക്റ്റ് വന്നു. നേരത്തെ ബാക്ക് ഒത്തിരി താണായിരുന്നു, അതും ഒരു ലുക്ക് തന്നെയായിരുന്നു. പിന്നെ ഇതുകൊണ്ടുള്ള വേറെ എനിക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഫ്രണ്ട് ഒത്തിരി ലൂസായി. ആക്ച്വലി എന്നാ പറയണ്ടേ, ഫ്രണ്ട് ഭയങ്കര സ്മൂത്താണ്. ഇത്രയും ലീനായിട്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട് ഭയങ്കരമായിട്ട് കുത്തുന്നുണ്ട്, ഒത്തിരി താഴോട്ട് വരുന്നതോടെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കുഴപ്പമൊന്നും ഇടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് എന്നാ പറയണ്ടേ, ഇവിടുത്തെ കുറച്ച് ഈ വണ്ടികളുടെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ ലുക്ക് കൂട്ടാൻ വേണ്ടി അവർ ഈ സ്റ്റമ്പിൻ്റെ മേളിൽ വെച്ചിരുന്ന കുറച്ച് സിൽവർ ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടി വന്നു, കാരണം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട്. സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ പറയുവാണെങ്കിൽ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ആക്ച്വലി 100ന് മേളിലൊക്കെ ജെറ്റാണ് വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടി പെർഫോമൻസിൻ്റെ കേസിൽ പൊളിയാണ്. ഞാനും സത്യം പറഞ്ഞത് എൻ്റെ ഈ കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ. ആൻഡ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കൊമാക്കി റേഞ്ചർ. ആൻഡ് ഒത്തിരി കൊമാക്കി ഓണേഴ്സിന് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഹെൽപ്ഫുൾ ആയൊരു താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തതിന് കാരണം കമൻറ്റ് ചെയ്യുക. വെരി വിശ്വാസാനിയോ ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് പേര് നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഒറ്റ സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ഇത് കൊണ്ട് പോയി കാണിക്കും. വണ്ടിയുടെ ഈ ലുക്കൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് സൂപ്പർ ബൈക്സിലൊക്കെ കയറിയിരിക്കുന്ന പോലെയാണ്. ആൻഡ് വണ്ടി എന്നാ പറയണ്ടേ, കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ അതിനെ കുറച്ച് റിവ്യൂ എടുക്കണ്ട, പക്ഷെ നമുക്കിപ്പോൾ സമയമില്ല ആക്ച്വലി റിവ്യൂ ഒന്നും എടുക്കാനായിട്ട്. അപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സസ്പെൻഷൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം നേരത്തെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അടിപ്പാകായി. സത്യം പറഞ്ഞാൽ വണ്ടി ഒരു സ്മൂത്ത്നെസ് ഒന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഭയങ്കര സ്മൂത്തായി വണ്ടി. ഇത്രയും സ്മൂത്തായിട്ടൊന്നും വണ്ടി പോകത്തില്ലായിരുന്നു. ആക്ച്വലി സൗണ്ട് ഇല്ലായിരുന്നു, പക്ഷേ വണ്ടി ഭയങ്കര അടിപ്പൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി വണ്ടി ഭയങ്കര സ്മൂത്തായിട്ടുണ്ട് ഓടിക്കുമ്പോഴത്തേക്കും. കണ്ടല്ലോ, വണ്ടി സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ജെറ്റിട്ട് നമുക്ക് പോവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി 100ന് മേലെ കയറി എനിക്കൊരു സസ്പെൻഷൻ എടുത്ത് കാണിച്ചത്. കേട്ടല്ലോ, കുത്തുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക്സ് പാർട്സ് അനങ്ങുന്നതിൻ്റെ സൗണ്ട് ഉണ്ട് നല്ലപോലെ. പിന്നെ ഇതിനുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ പവർ കട്ടാവുന്നത്. അത് ആക്ച്വലി വേണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ പ്രശ്നം വെച്ചാൽ കേട്ടിട്ട് ചെന്നിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് മുൻകെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സമയമൊക്കെ വെച്ചുകൊണ്ട്. അതെനിക്ക് തോന്നി. വണ്ടി ഒരു സീനുമില്ല, നല്ല രസമായിട്ട് ഓടുന്നത്. ബ്രേക്കൊക്കെ പക്ക ഇതായിട്ട് പിടിക്കുന്നുണ്ട്, ഒരു സീനില്ല. ഇതിൻ്റെ ബാക്കൊന്നും അനങ്ങത്തില്ലായിരുന്നു, പക്ഷെ നല്ല സ്മൂത്തായിരുന്നു കേട്ടോ. അത് ആക്ച്വലി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നല്ലപോലെ മനസ്സിലാകും ബാക്കാണെങ്കിൽ. ഇപ്പോൾ
ഇതിന് ഓണർ ഇപ്പോൾ വരും. ആക്ച്വലി നമുക്ക് പുള്ളിയെ കൂടെ ഒന്ന് ഓടിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ചോദിക്കാം. നല്ലൊരു ആയിട്ട് ഓടിക്കും. ഓക്കെ, അപ്പം